ഇനിയും നിങ്ങൾ കരയുന്ന വിഷയത്തിൽ ഒത്തിരി കരയണ്ട. സ്തോത്രം. മനുഷ്യ മനസ്സുകളെ ഏറ്റവും വലിയൊരു ചോദ്യമാ, എൻ്റെ ദുഃഖം എന്ന് മാറും, എൻ്റെ സങ്കടം എന്ന് മാറും, എൻ്റെ കരച്ചിൽ എന്ന് മാറും. സ്തോത്രം. ദൈവം ചിലരെയൊക്കെ തൊട്ട് സംസാരിക്കുക, ഇനിയും നിങ്ങൾ ഒത്തിരി ഈ വിഷയത്തിൽ കരയേണ്ടി വരത്തില്ല. ഇനി കരയണമെന്നുള്ള പദം കൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കരയാവൂ, മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കരയരുത്. കാരണം ആ കരച്ചിൽ ദൈവം കേൾക്കും. സ്തോത്രം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിങ്ങൾ വീടുകൾക്കകത്ത്, മുറികൾക്കകത്ത്, വാഹനത്തിനകത്ത് ഒക്കെ ഇരുന്ന് കരഞ്ഞ പല കരച്ചിലും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഇനിയും ആ വിഷയത്തിൽ കരയണ്ട എന്ന് വാക്ക് പറയുവല്ല, സന്തോഷിക്കാനുള്ള വക ദൈവം തരും. ഒരു വീടിനകത്തെ ഒരു വിഷയത്തിന്റെ വിടുതലിന് എല്ലാവരും ദൈവത്തിന്റെ അടുക്ക് വരണമെന്നില്ല, ഒരാൾ വന്നാലും മതി. ഇതൊരു ഉറപ്പ് തരുന്ന ദൂത് പറയുക. ഒരാൾ വന്ന് ദൈവത്തെ ക്ഷണിച്ചപ്പോൾ ആ വീട് മുഴുവൻ അറിയത്തക്ക ഒരു വിടുതൽ ആ വീടിനകത്ത് കർത്താവ് കൊടുത്തു. എന്തുമാത്രം കരഞ്ഞോ ആ കരച്ചിൽ ഒത്തൊരാനന്ദം അവരിലേക്ക് കർത്താവ് പകർന്നു. ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ ആ കരച്ചിലിന് ഉറപ്പായിട്ടൊരു മറുപടിയുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഒരിക്കലും ഒരു രാജാവ് ഒരു കരച്ചിൽ കർത്താവിനോട് കരഞ്ഞു. കർത്താവ് പറയുക, ഇനിയും ആ വിഷയത്തിൽ നീ കരയണ്ട. എന്നിട്ട് എഴുതിയിരിക്കുക, നിന്റെ ആയുസ്സിനോട് ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഇത് ആയുസ്സിനെ കൊയ്ത് കളയുന്ന ഒരു പോരാട്ടം വന്നപ്പം ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടിട്ട് ആയുസ്സിനോട് 15 സംവത്സരം കൂടെ ദൈവം നീട്ടിക്കൊടുത്തു. നിങ്ങൾക്ക് ഇതെല്ലാം ബൈബിളിൽ തെളിവായി തന്നേക്കുന്നില്ല. ആമി, ഉത്തരം എന്താണെന്നറിയാമോ? ഇന്നും നിങ്ങളുടെ കണ്ണുനീര് കണ്ട് മറുപടി തരുന്നവനാ ദൈവം. നിന്റെ നിലവിളിയുടെ ഉത്തരം ദൈവത്തിൽ നിന്ന് വരാൻ പോവുക. ഞാൻ കാണുക, പൊട്ടിക്കാത്തൊരു ലെറ്റർ പോലെ നിന്റെ മറുപടി ദൈവത്തിൽ നിന്ന് വരിക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തില് എന്ന് പറഞ്ഞേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, നെഞ്ചത്ത് കൈവച്ചോറ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ ദൂത് കൈമാറാനാ. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കേ, മാസങ്ങൾ നീ തുള്ളിച്ചാടുന്ന ഉത്തരം